ഹൃദയം തകർന്നവർക്ക് സൗഖ്യവും ബദ്ധന്മാർക്ക് വിടുതലും. പ്രയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ആൻഡ് പവർ എന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദീർഘവർഷങ്ങളായി കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വചനപ്രഘോഷണം ചെയ്തു വരുന്ന കർത്തൃദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് നിങ്ങൾക്കായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ഈ വചന കേൾവി ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവവചനം കേൾക്കാൻ ദൈവം ഒരുക്കി തരുന്ന ഈ പ്രത്യേക അനുഭവങ്ങളിൽ ആത്മാർത്ഥമായി നിറഞ്ഞ ഹൃദയത്തോടെ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുക. ദീർഘനാളുകളായി നമ്മൾ വേർഡ് ഇൻ പവർ വചനം ശക്തിയിൽ നിന്നുള്ള ഈ പ്രോഗ്രാമിൽ കൂടെ അനേകർക്ക് ദൈവവചനം കേൾക്കാനും വിടുതലും അനുഗ്രഹവും പ്രാപിപ്പാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്ന ദൈവകൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കും. വീണ്ടും ഈ മണിക്കൂറുകൾ നിങ്ങളോടൊന്നിച്ചായിരിക്കുന്നു. ലോകത്തിൻ്റെ വിദേശങ്ങളിലിരുന്നുകൊണ്ട് രാജ്യങ്ങളിലിരുന്നുകൊണ്ട് ദൈവം ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ദൈവം ശ്രദ്ധിക്കാൻ മനസ്സ് കാണിക്കുന്ന സമയം കണ്ടെത്തുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സ്തോത്രം ചെയ്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം ഏവരെയും അറിയിക്കട്ടെ. ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ അനേകർക്ക് അനുഗ്രഹമായി ദൈവവചനം അനുഗ്രഹമായി കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യമുണ്ട്. അനേകരെ പ്രാർത്ഥനയ്ക്കായി വിളിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേകരെ ദൈവം വിടുവിക്കുന്നു. എല്ലാ ദൈവം നാം മഹത്വത്തിനായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗം ഞാൻ നിർത്തട്ടെ. ഈ മണിക്കൂറുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം ചിന്തിച്ചു വന്ന ആ ധ്യാനത്തോടുള്ള ബന്ധത്തിൽ ചില ചിന്തകളുടെ പരിശുദ്ധാത്മാവ് തുടർമാനമായി നൽകിയത് ഒന്നിച്ച് പങ്കിടാനായി താല്പര്യപ്പെടുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കൂടെ കണ്ണുകളടയ്ക്കും. നിത്യനായ ദൈവമേ, സ്വർഗപിതാവേ, അങ്ങേ പുത്രന് ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ വന്യവും മഹത്വമുള്ള നാമത്തിൽ കർത്താവേ, സമയഭേദം കൂടാതെ നിന്റെ സന്നിധിയിൽ അടുത്ത് വരാൻ നീ ഞങ്ങൾക്കൊന്നിരിക്കുന്ന എല്ലാ പദവിക്കും പ്രത്യാശയ്ക്കുമായി സ്തോത്രം. ഈ മണിക്കൂറുകളിൽ കർത്താവെ ഞങ്ങൾ നിന്നെ സ്തുതിക്കട്ടെ. സർവോപരി കർത്താവെ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്നുകൊണ്ട് ദൈവം സ്തുതിക്കുന്ന എപ്പേർപ്പെട്ടവർക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. സംഭവപരമായ ലോകത്തിൽ മറ്റെല്ലാ ആശ്രയങ്ങളും ഇടിഞ്ഞു പോകുമ്പോൾ ആകമാന വിളക്കം സംഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവനുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ വിശ്വസിച്ച് വിടുതലും അനുഗ്രഹവും പ്രാപിപ്പാൻ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊള്ളാൻ എല്ലാവരെയും ഒരുക്കണമേ. അത് വചന കേൾവി അനുഗ്രഹമായി തീരണമെന്ന് പ്രാർത്ഥന തിരുക്കരങ്ങളുടെ വിനയപ്പെടുത്തും. ദൈവപൂർവ്വം സഹായിക്കണം. എല്ലാ ശിഷ്ടത്തെയും പരിശുദ്ധാത്മാവ് ശക്തീകരിച്ച് അനുഗ്രഹകരമായി കർത്താവെ പ്രോഗ്രാം ജീവിതങ്ങൾക്ക് വിടുതലായി തീരാൻ കർത്താവ് കൃപ പകരണം. എല്ലാം അങ്ങ് മഹത്വത്തിനായി തീരണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ നാം ഒരു വചനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം തുടർമാനമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പണ്ടത്തെ കാലത്തെ അനുഗ്രഹം അല്ലെങ്കിൽ ഐശ്വര്യം ദൈവകൃപയൊക്കെ അനുഭവിച്ച ജീവിതങ്ങൾക്ക് ഇന്ന് പറ്റിയിരിക്കുന്ന ഒരു മൂല്യച്യുതി, ആ മേഖലയെ മനസ്സിലാക്കി ഒരു കൂട്ടം ഭക്തജനം പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരു മടക്കി വരവ് തരണേയെന്ന്. പ്രവാചകൻ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് അരുളി ചെയ്ത ദൈവജനമായിരുന്നു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഒരു മടങ്ങി വരവിന് വേണ്ടി ആ മേഖലയിൽ നമ്മൾ പല കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി. എവിടെയൊക്കെ മടങ്ങി വരണം. ഇതിനുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിക്കുകയുണ്ടായി വിശുദ്ധിയിലേക്ക് മടങ്ങി വരണം. ആത്മീയ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠകരമായ ഒരു മേഖലയാണ് വിശുദ്ധി അഥവാ വേർപാട്. വിശുദ്ധിയും വേർപാട് ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ യാതൊരു ശക്തിയുമില്ല. ശേഷം മനുഷ്യരെ പോലെ ആയിപ്പോകും. ഒരുപക്ഷെ അതിനും അവതാളത്തിലായിപ്പോകും. അതുണ്ടാകാതിരിക്കാൻ ബുദ്ധി ഉപദേശം നൽകിയ കാലാകാലങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ആ മേഖലയിൽ ദൈവം തന്ന തുടർമാനമായ അല്പചിന്തകളുടെ ഈ മണിക്കൂറുകളിൽ നിങ്ങളോട് പങ്കിടാൻ താല്പര്യപ്പെടുന്നു. നമുക്ക് പ്രാർത്ഥനയോട് ശ്രവിക്കാം. അതിനാധാരമായി പരിശുദ്ധാത്മാവെ എൻ്റെ ഉള്ളത്തിൽ പ്രകാശം തന്നൊരു വേദവചനം വായിക്കാൻ താല്പര്യപ്പെടുന്നു. അത് ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം. ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ. ദൈവമേ, ഞാൻ എൻ്റെ 2 കണ്ണിനും വേണ്ടി ഫെലിസ്ത്യരോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു. വേദപരിജ്ഞാനമുള്ള ജനമാണ് കൂടുതലും ശ്രദ്ധിക്കുന്നത്, ഞങ്ങൾക്കറിയാം. ഈ വാക്യം വായിച്ചു കേട്ടപ്പോൾ അതിൻ്റെ പശ്ചാത്തലം മനസ്സിലായല്ലോ. ദൈവസന്നിധിയിൽ അനുഗ്രഹീതമായ ജീവിതം ചെയ്തൊരു മനുഷ്യനായിരുന്നു. ഇപ്പം നമ്മൾ വായിച്ചു കേട്ട മനുഷ്യനല്ലേ. എന്നാൽ ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിൽ ചിലതൊക്കെ സൂക്ഷിക്കാഞ്ഞതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയി ദൈവശക്തി. അപ്പോൾ അതിലേക്കൊന്നും മടങ്ങി വരാൻ ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിൽ പ്രതിസന്ധികളിൽ
ആരും സഹായിക്കാനില്ലാത്ത മണ്ഡലങ്ങളിലേക്ക് ചെന്ന് പെട്ടപ്പോൾ ഹി ലുക്ക്ഡ് അൺടു ഗോഡ്, അവൻ ദൈവത്തെങ്കിലേക്ക് നോക്കി. കഴിഞ്ഞ നാളിലെ അത്ഭുതകരമായ ജീവിതത്തെക്കുറിച്ചൊക്കെ ഓർത്തപ്പം ഇന്നായിരിക്കുന്ന പശ്ചാത്തലവും കൂടെ മനസ്സിലാക്കിയപ്പം വളരെ വേദനയുണ്ട്. അതുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മുടെ പ്രാഥമിക ചിന്ത മടങ്ങി വരിക എന്നുള്ളതാണ്. മടങ്ങി വരുന്നതിൻ്റെ കാരണം എന്നെ ആയിരുന്ന സ്ഥാനങ്ങളിൽ നിന്ന് മാറി അല്ലെങ്കിൽ തെറ്റിപ്പോയി, അതുകൊണ്ടാണ് ഇന്ന് അനുഭവിക്കുന്നതായിട്ടുള്ള പ്രതിസന്ധികൾ. അപ്പം അതിനെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട്, ആ അനുഭവത്തിലേക്ക് മടങ്ങി വരാനായിട്ട് ഉള്ള ആഗ്രഹത്തിലാണ് ഇവിടെയും അതിൻ്റെ ഒരു മേഖലയിലാണ് നാം ചിന്തിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നാം വായിച്ച വേദവചനം, ഇത് പഴയ നിയമത്തിലെ ഭക്തനായ ഒരു മനുഷ്യൻ, നമ്മൾ വായിച്ച ആരംഭത്തിലുണ്ട്, ശിംശോൻ എന്ന് കേട്ടല്ലേ? ആരാ ശിംശോൻ? ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമാനുഷികമായ ദൈവശക്തിയുടെ അനുഭവങ്ങൾ ഈ ഭൂമുഖത്ത് കാഴ്ചവെച്ച അത്ഭുതകരമായി ജീവിച്ചൊരു മനുഷ്യൻ. ഈ ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ ഈ വ്യക്തിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാംസൺ, മഹാനായ ശിംശോൻ. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് മനോഹ എന്നാണ്. ദാൻ ഗോത്രത്തിൽ മനോഹ എന്നൊരു പുരുഷനുണ്ടായിരുന്നു. ജഡ്ജസ്, അതായത് ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 5 വരെ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭാര്യ മജ്ജി ആയിരുന്നതുകൊണ്ട് അവൾക്ക് മക്കളില്ലായിരുന്നു എന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സ്ത്രീക്ക് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി അവളോട് അരുളി ചെയ്തു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. വിശ്വസിക്കാൻ ഇച്ചിരി പ്രയാസമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ചില ആലോചന കൊടുത്തു. അവൻ ദൈവത്തിന് നാസിർ വ്രതക്കാരനായിരിക്കണം, അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തുടരുത്, വീഞ്ഞും മദ്യവും കുടിക്കരുത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ, ചില ഓർഡർ, ചില ക്രമീകരണങ്ങൾ അവൻ ജീവിതത്തെ സംബന്ധിച്ച് രേഖപ്പെടുത്തി. അപ്പം ഈ നാസിർ വ്രതം എന്ന് പറഞ്ഞാൽ എന്താ? അവൻ ദൈവത്തിന് നാസിർ ആയിരിക്കുമെന്നാണ്. ഹി ഷുഡ് ബി എ നാസിറൈറ്റ് ടു ദ ലോർഡ്. സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിൻ്റെ ആരംഭത്തെങ്കിൽ അതിനെക്കുറിച്ച് വിസ്തരിച്ചിട്ടുണ്ട്. നാസിർ വ്രതക്കാരൻ എന്തായിരിക്കണം, എങ്ങനായിരിക്കണം. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഭക്ഷിക്കാവുന്നത്, അവൻ്റെ രീതികൾ എല്ലാം അവിടെ കുറേ കാര്യങ്ങൾ രേഖപ്പെടുത്തി. നിങ്ങൾ വായിക്കണം അത് കേട്ടോ, ഞാനെടുത്ത് വായിക്കുന്നില്ല. അപ്പോൾ പ്രധാനമായിട്ട് ആഹാര വിഷയങ്ങൾ, വീഞ്ഞും മദ്യവും കുടിക്കരുത് എന്നുള്ളതാണ്. വീഞ്ഞ് എന്ന് പറയുന്ന ആ കാലത്ത് ഒരു പ്രധാന വിഷയമാണ്, എല്ലാവരും കുടിക്കുന്ന. നാസിർ വ്രതക്കാരന് പറ്റരുത്. തലയിൽ ക്ഷൗരക്കുത്തി തുടരുത്, അതിന് ദൈവത്തിൻ്റെ പ്രമാണത്തിൻ്റെ ഒരു വഴിയാണ്. കുറച്ച് കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. അൾട്ടിമേറ്റ്ലി, ആത്യന്തികമായി പറഞ്ഞാൽ വിശുദ്ധി എന്നുള്ളതാണ് അവിടെ രേഖപ്പെടുത്തിയത്. വിശുദ്ധിയുടെ മണ്ഡലങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ കർത്താവിനെ മഹത്വപ്പെടുത്തി ദൈവം ആഗ്രഹിക്കുന്ന വേല തികയ്ക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം മനോഹയോടെ ദൈവം, മനോഹയുടെ ഭാര്യയോടെ ദൈവം പറഞ്ഞത് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരോടും കൂടെ വീണ്ടും ദൂതൻ ഒന്ന് പ്രത്യക്ഷനായി സംസാരിക്കുന്നതൊക്കെ 13-ാം അധ്യായത്തിലുണ്ട്. നിങ്ങൾ സമയം പോലെ എടുത്ത് വായിക്കണം. അവരത് വിശ്വസിച്ചു. അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചു. അപ്പം എന്തായി കുഞ്ഞിൻ്റെ ജനനം? സാധാരണ രീതിയിൽ ജനിച്ചതല്ല. ഹി വാസ് ബോൺ ഫ്രം അബവ്, സൂപ്പർ നാച്ചുറലി ബോൺ. ഹി വാസ് എ മിറാക്കുലസ് ചൈൽഡ്. അത്ഭുതകരമായി ജനിച്ചൊരു കുഞ്ഞ്, അമാനുഷികമായ ശക്തിയിൽ ജനിച്ചൊരു കുഞ്ഞ്. മാതാപിതാക്കൾക്ക് ദൈവം കൊടുത്ത് ആ സ്ത്രീയോടും പറഞ്ഞ്, ആ അമ്മയോടും പറഞ്ഞ്, നീയും ചില കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം, ഈ കുഞ്ഞ് ഉദരത്തിലായിരിക്കും. അതെല്ലാം അവിടെയുണ്ട്. അങ്ങനെ സൂക്ഷിച്ച് ജീവിച്ചു. ആ കുഞ്ഞിനെ അങ്ങനെ വളർത്തിയപ്പോൾ അവൻ വളർന്നു വരുമ്പോൾ അവന് ദൈവശക്തിയുടെ വെളിപ്പാട് ഓരോ മേഖലയിൽ കാണുകയാണ്. നമ്മൾ ഈ വേദവചനം വായിക്കുമ്പോൾ ഇവിടെ ഇതിൻ്റെ 13-ൻ്റെ, അതായത് ന്യായാധിപന്മാരുടെ പുസ്തകം 13-ൻ്റെ 25-ലേക്ക് വരുമ്പോൾ ഇങ്ങനെ വായിക്കുക, യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. മനസ്സിലാക്കണം, ഒരു കുഞ്ഞ് പ്രത്യേകമായ രീതിയിൽ, അമാനുഷികമായ രീതിയിൽ ദൈവശക്തിയിൽ ജനിക്കപ്പെടുന്നു. മാതാപിതാക്കൾക്ക് ദൈവം കൊടുത്ത ആലോചനയിൽ ആ കുഞ്ഞ് അതേ മണ്ഡലങ്ങളിൽ വളർന്നു വരുന്നു. അറ്റ് ദ പർട്ടിക്കുലർ ടൈം, ഒരു പ്രത്യേക സമയമായപ്പോൾ ദൈവം തൻ്റെ ആത്മാവിനാൽ അവനെ നിറയ്ക്കുകയാണ്, ഉദ്യമിപ്പിച്ചു തുടങ്ങി. He was risen in the Lord, in the Spirit. പരിശുദ്ധാത്മാവിൽ അല്ലെങ്കിൽ ദൈവാത്മാവിൽ അവൻ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. അവിടെ ആരംഭിക്കുക അല്ലേ?
അങ്ങനെ വന്ന 1, 2, 3, 4 ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഒരിക്കൽ തിന്മയി എന്ന് പറയുന്ന സ്ഥലം, തിന്മയിൽ വെച്ചെന്നാണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയത്. അത് ശിംശോന്റെ നേരെ അലറി വന്ന ഒരു സിംഹത്തെ തൻ്റെ കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ അവനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നുമില്ലാതിരിക്കും. ഇത് ഒരു ആത്മീയ ആലോചന ഇതിനകത്തുണ്ട് കേട്ടോ. ദൈവാത്മാവിൽ നിറയപ്പെട്ട ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിൽ അവൻ്റെ നേരെ പാഞ്ഞെടുക്കുന്ന സകല ശത്രുവിനെയും ജയിക്കാൻ ദൈവനെ ബലം നൽകുന്നതാണ്. ഈവൻ അതർവൈസ് മറ്റു മേഖലയിൽ ചിന്തിച്ചാലും പലപ്പോഴും ഒന്നുമില്ലാതിരിക്കുമ്പോൾ പ്രവർത്തിക്കാൻ ശക്തി കൊടുക്കുന്ന ഒരു ദൈവം, ഒന്നുമില്ലാതിരിക്കുമ്പോൾ വഴി തുറക്കുന്ന ഒരു ദൈവം. ജീവിതാനുഭവങ്ങളിൽ ഒരു ദൈവ പൈതൽ പല മേഖലകളിലും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കൂടെ കടന്നു പോകും. ശത്രുവിൻ്റെ പോരാട്ടം തുടങ്ങി, ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ തുടങ്ങി, പ്രലോഭനങ്ങൾ തുടങ്ങി, ഒത്തിരി വിഷയങ്ങൾ, പരീക്ഷകൾ തുടങ്ങിയൊക്കെ വൺ ആഫ്റ്റർ അനദർ ജീവിതത്തിൽ വന്നു കൂടും. എന്നാൽ മാനുഷികമായി നേരിടാൻ ഒന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു വായിച്ചു, അവൻ്റെ കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ അവനതിൻ്റെ ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. ഇതിനകത്തൊരു വലിയ ആത്മീയാർത്ഥമുണ്ട്. ദൈവവചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ ഭാരപ്പെടുന്ന വിഷയത്തിന് there is no alternative, ഒന്നും കാണുന്നില്ല. എങ്ങനെ ഇതിനെ അതിജീവിക്കുമെന്ന് ഭാരപ്പെടുമ്പോൾ ദൈവവചനം പറയുന്നു, ഒന്നുമില്ലാതിരിക്കെ അതിൻ്റെ മേൽ ജയം തരുന്ന, വിടുതൽ തരുന്ന, അല്ലെ വഴി തുറക്കുന്ന ഒരു ദൈവമുണ്ട്. അത് വിശ്വസിക്കണം. അത് കേട്ടുകൊണ്ട് വേണം മുന്നോട്ട് ഇനി കേൾക്കാൻ കേട്ടോ. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അങ്ങനെ അവിടുന്ന് അങ്ങനെ വൺ ആഫ്റ്റർ ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി അത്ഭുതങ്ങൾ, വീര്യപ്രവർത്തികൾ ഈ മനുഷ്യൻ ശിംശോൻ ചെയ്തു. എൻ്റെ ഭാര്യയെ അപ്പൻ അവളെ വേറൊരാൾക്ക് കൊടുത്തൊരു സന്ദർഭം ഉണ്ടായി. അപ്പോൾ ശിംശോൻ അവിടെ ചെന്നിട്ട് അന്വേഷിച്ചപ്പോൾ, നിനക്ക് അവളോട് അനിഷ്ടമാണെന്ന് തോന്നി, ഞാനത് വേറൊരുത്തിന് കൊടുത്തു, അവിടെ അനിയത്തി ഇവിടെ ഉണ്ട്, അവളെക്കാട്ട് സുന്ദരിയ, തരാമെന്നൊക്കെ പറഞ്ഞു. ശിംശോൻ കേട്ടില്ല. അതിന് പ്രതികാരം ചെയ്യാൻ എന്ത് ചെയ്തെന്നറിയാമോ? 300 കുറുക്കന്മാരെ വാലോട് വാല് ചേർത്ത് വെച്ച് അതിൻ്റെ ഇടയിൽ പന്തം വെച്ച് കൊളുത്തി തീ കത്തിച്ച് ഫെലിസ്ത്യൻ്റെ വയലിലേക്ക് വിട്ടുകൾ. ഫെലിസ്ത്യൻ്റെ വയലുകൾ മുഴുവൻ വെന്തിച്ചാമ്പലായി. ഭയങ്കരമായ പ്രതികൂലമായ പ്രയാസകരമായ അന്തരീക്ഷങ്ങൾ അവിടെ ഉണ്ടായതായിട്ട് നമ്മൾ വായിക്കും. മുഴുവൻ ചുട്ടുകളഞ്ഞു. ഒരിക്കൽ ഫെലിസ്ത്യനെ പിടിച്ച് കെട്ടി ബന്ധിച്ചു. അപ്പം ഏൽപ്പിച്ചപ്പോൾ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും? പുതിയ കയറുകൊണ്ടൊക്കെയാണ് കെട്ടി കേട്ടോ. പുതിയ കയറെന്ന് അവിടെ രേഖപ്പെടുത്തി. അപ്പോൾ എല്ലാവരും പരിചയരെല്ലാം സന്തോഷിച്ച് ആർത്തു വിളിച്ചു, എന്നെ പിടിച്ചല്ലോ ശത്രുവിനെ. എന്നാൽ യഹോവയുടെ സന്നിധിയിൽ ശിംശോൻ വിളിച്ചപ്പോൾ യഹോവയുടെ ആത്മാവിൻ്റെ മേൽ വന്നു. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? അവൻ്റെ കയ്യിൽ കെട്ടിയിരുന്ന ആ കയർ കരിഞ്ഞ ചണനൂല് പോലെ ആയിപ്പോയെന്ന്. ഒന്നും നടക്കുന്നില്ല, ഒരു കാര്യവും അത്ര ഉന്നതമായ ശക്തിയിലെ മനുഷ്യൻ ജീവിക്കും. അപ്പോൾ തന്നോട് ദാക്ഷ്യം ചെയ്ത ഈ വ്യക്തികളെയൊക്കെ ഒരിക്കൽ ഒരു കഴുതത്താടിയെല്ലുകൊണ്ട് എന്ത് ചെയ്തു? 1, 2, 3 എന്ന വിധത്തിൽ ഒരു വലിയ കൂട്ടത്തെ ഒന്നൊടുക്കിക്കളഞ്ഞു. പച്ചത്താടിയെല്ലുകൊണ്ടെന്നാണ് എഴുതിയത്. ഒരിക്കൽ ഗസയിൽ താൻ ശത്രുവിനാൽ വളയപ്പെട്ടൊരു രാത്രിയിൽ ചുറ്റുപാടും ഫെലിസ്ത്യരെല്ലാം വന്നുകൂടി. നീ രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. പട്ടണവാതിക്കൽ അവരെല്ലാം കാവൽ നിൽക്കുക. പക്ഷെ രാത്രി തന്നെ പൂട്ടിയിരുന്ന ആ പട്ടണവാതിൻ്റെ അല്ലെങ്കിൽ ആ കഥകിൻ്റെ ഓടാമ്പലോടുകൂടെ പറിച്ചെടുത്തുകൊണ്ട് ശിംശോൻ പോയതായി നാം ഈ വേദവചനത്തിൽ വായിക്കുന്നു. 16-ാം അധ്യായത്തിന് 1 മുതൽ വായിക്കുമ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൻ സോരക്ക് താഴ്വരയിൽ ദലീല എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു പോകുന്നു. അതൊരു വലിയ വിഷയമായി മാറുകയാണ്. അങ്ങനെ അപ്പം ഇവൻ്റെ ശക്തിയെക്കുറിച്ച് ഫെലിസ്ത്യ പ്രഭുക്കന്മാർക്ക് ഇവനെ സാധാരണക്കാരനല്ല. പക്ഷേ ദലീല ഇവനുമായി സ്നേഹത്തിലായി. ഇവൻ അവളെ സ്നേഹിക്കുന്നു. എന്നാൽ അവരുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നീ ഞങ്ങൾക്ക് ഈ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ മഹാശക്തി ഏതിനാൽ ഇവനെ ഒന്ന് പിടിച്ചു കെട്ടാം എന്ന് പറഞ്ഞ് അവൻ്റെ അടുക്കൽ ചെന്നു. അവിടെ ദലീല എടുക്കൽ ചെന്നു. അവർക്ക് വലിയ സമ്മാനവും പണവും ഒക്കെ കൊടുത്തെന്നാണ് അവിടെ രേഖപ്പെടുത്തി. അവൾ അവനെ വശീകരിക്കാൻ തുടങ്ങി കേട്ടോ. അവനോട് ചോദിച്ചു, എന്തുവാ നിന്റെ മഹാശക്തി ഏതിലാ? പല കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒരിക്കൽ ശിംശോൻ പറഞ്ഞു, ഒരിക്കലും ഉണങ്ങാത്ത പച്ചയായ 7 ഞാണുകൊണ്ട് എന്നെ ബന്ധിച്ചാൽ എൻ്റെ ബലം ക്ഷയിച്ച് മറ്റുള്ളവരെ പോലെ ആവുമെന്ന്.
ഇങ്ങനെ അത് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു? ശിംശോനെ, ഫെലിസ്ത്യർ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. പെട്ടെന്ന് ശിംശോൻ ചാടി എഴുന്നേറ്റു. അതും പഞ്ഞിനൂല് പോലെ ആ കയറ് പൊട്ടിപ്പോയി, ചണനൂലെല്ലാം പൊട്ടിപ്പോയി എന്ന് നമ്മൾ വായിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവിടെ അവസാനിക്കുന്നില്ല. പിന്നെ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറ് കൊണ്ടുവന്ന് ശിംശോനെ ബന്ധിച്ചു. അതും അവൻ പറഞ്ഞു, ഇങ്ങനെ ചെയ്താൽ ശക്തി പോകും. എവിടെ എന്ത് ചെയ്തു? ശിംശോനെ, ഫെലിസ്ത്യർ ഇതാ വരുന്നു രണ്ടാമതും പറഞ്ഞു. അവനതിനെ ഞേടിയുടെ കൊണ്ട് എന്തുപോലെ വേറെ നൂല് പോലെ അതിനെ പൊട്ടിച്ചു കളഞ്ഞു എന്ന് നമ്മൾ 16-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ രേഖപ്പെടുത്തി. പിന്നെ അവൾ പറഞ്ഞു, നീ എന്നോട് കള്ളം പറയുക, നീ എന്നോട് അതിന് സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അടുത്തൊരു തലയിലെ 7 ജട ഇങ്ങനെ നെയ്ത് കുറ്റിയിൽ കെട്ടി ചെയ്താൽ എന്ത് സംഭവിക്കും? അങ്ങ് ബന്ധിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടും, ശക്തിയെല്ലാം പോകുന്നു. അതുപോലെ ചെയ്തു. അവിടെയും അവൻ വിജയിച്ചു. കുറ്റികളെല്ലാം പറിച്ചു കളഞ്ഞു. ഫെലിസ്ത്യന്റെ മുമ്പിൽ ജയം കൂടി. അവസാനത്തെ അടവ് പിശാച് പ്രയോഗിക്കുക, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എലീലാവിൻ്റെ മുമ്പിൽ കരഞ്ഞ കണ്ണുനീരിൻ്റെ മുഖത്തല്ലേ നിനക്ക് ഒരാത്മാർത്ഥവുമില്ല, എല്ലാം വടമാണ്, എല്ലാം നാട്യമാണെന്ന് പറഞ്ഞപ്പോൾ അവൻ തൻ്റെ ഉള്ള മോളെ അറിയിച്ചു എന്നാണ് നമ്മൾ ഈ വായിക്കുന്ന ഈ വേദവാചകത്തിൽ അവിടെ എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? 5-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൾ അവനെ മടിയിൽ ഉറക്കി, ഒരു ആളെ വിളിപ്പിച്ച് തലയിലെ ജട 7 കളയിച്ചു. അവൾ അവനെ ഒതുക്കി തുടങ്ങി. അവൻ ശക്തി അവനെ വിട്ടുപോയി. ഇത് കഴിഞ്ഞതിന് ശേഷം അവൾ പറഞ്ഞു, ശിംശോനെ, ഫെലിസ്ത്യർ ഇതാ വരുന്നു. പഴയതുപോലെ കുടഞ്ഞു കളയാമെന്ന് താൻ കുടഞ്ഞു കളഞ്ഞ് എഴുന്നേൽക്കുക. ഒന്നും നടന്നില്ല. ശിംശോന്റെ ശക്തി പോയത് അവൻ അറിഞ്ഞില്ല. തോരക്ക് താഴ്വരയിൽ ദലീലയുടെ മടിയിൽ ഉറങ്ങിയപ്പോൾ ശത്രു അവന്റെ ശക്തിയുടെ രഹസ്യമായിരുന്ന തലയിലെ അവന്റെ തലമുടി മുഴുവൻ കത്തിരിച്ചു കളഞ്ഞു. ശക്തി നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിന്റെ മക്കളെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. പക്ഷേ ഒന്നും അറിയാത്തവനെ പോലെ അവൻ കുടയാൻ ശ്രമിക്കുക. ഇന്നും ആത്മീയ മണ്ഡലത്തിൽ ഇങ്ങനെ പല കുടച്ചിലുകളുണ്ട്. ശക്തി പോയത് അറിയാതെ കുടയുന്ന പല പരിപാടികളുണ്ട്, അല്ലേ? എടുത്ത് വിസ്തരിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. ആത്മീയ മണ്ഡലങ്ങളിൽ നമ്പർ 1, 2, 3, 4 ഇട്ട് എനിക്ക് എന്തിനെങ്കിലും ഒരു ശക്തിയുടെ അന്തരീക്ഷം വ്യാപരിക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം ചെയ്തോ. ഇല്ലെങ്കിൽ ചിന്തിക്കണം, കുടച്ചിലുകൾ കൊണ്ട് മാത്രം ഗുണമില്ല. പലയിടത്തും കുടച്ചിലുകളായി അവസാനിക്കുന്നു. ദൈവശക്തി ഇല്ലാത്ത ഒരു കൂട്ടം ജനത്തെ കൊണ്ട് ആത്മീയ മണ്ഡലം അസ്തമിക്കാൻ ഇടയാകരുത്. അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങളിലേക്ക് മടങ്ങി വരാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണമേ എന്നുള്ളത് നമ്മുടെ പ്രാർത്ഥനയും ആഗ്രഹവുമായിരിക്കട്ടെ, സമർപ്പണമായിരിക്കട്ടെ ദൈവത്തിന്. ഇവിടെ വലിയ അപകടം സംഭവിക്കുകയാണ്. അവൻ്റെ ശക്തി ഇല്ലാതെ പോയപ്പോൾ ഫെലിസ്ത്യർ അവനെ പിടിച്ചു. എന്ത് സംഭവിച്ചു? അത് 21-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, 16-ാം അധ്യായം. ഫെലിസ്ത്യർ അവനെ പിടിച്ചു, കണ്ണ് കുത്തിപ്പൊട്ടിച്ചു, ഗസയിലേക്ക് കൊണ്ടുപോയി അവർ അവനെ ചങ്ങലകളാൽ ബന്ധിച്ചു. അവൻ കാരാഗൃഹത്തിൽ മാവ് പൊടിച്ചുകൊണ്ടിരുന്നു. He was become blind, bind and grind. Blind, അന്ധനായി, ബന്ധിക്കപ്പെട്ടു. പിന്നെ മാവ് പൊടിക്കുന്നത് ആരാ? ഫെലിസ്ത്യന് പേടി സ്വപ്നമായിരുന്നവനല്ലേ. ഈ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു എന്ന് പറഞ്ഞ ആത്മീയ മണ്ഡലത്തിൽ പറഞ്ഞ അതിൻ്റെ അർത്ഥം ദർശനം പോയി. ഇന്നത്തെ കാലഘട്ടവുമായി ഞാൻ ബന്ധിച്ച് പറയുക, കാഴ്ചയില്ലാത്ത, ദർശനമില്ലാത്ത ആത്മീയ മണ്ഡലങ്ങൾ ആണോ? ചങ്ങലകളാൽ ബന്ധിച്ചെന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. ദൈവകൃപയുടെ സ്വാതന്ത്ര്യമില്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ല, സ്വാതന്ത്ര്യമില്ല. പിന്നെ എന്നാ? മാവ് പിടിക്കുക, ഗ്രൈൻഡ് ചെയ്യുക, ഏതാണ്ടൊക്കെ ചെയ്യുന്നു. ശത്രുവിൻ്റെ അടുപ്പിൽ അടിമപ്പണി ചെയ്യുക ശത്രുവിന് വേണ്ടി. ഇവിടെയാണോ ദൈവം ഉദ്ദേശിക്കുന്നത്? എന്താ കാര്യം? ചിന്തിക്കണമേ. എവിടായിരുന്നു ഒരിക്കൽ? ഇന്നെവിടെ? പരാജയപ്പെട്ടു പോയ അന്തരീക്ഷങ്ങളിൽ ദൈവത്തിൻ്റെ നീതിയുടെ വെളിപ്പാട് കരുണ കാണിക്കേണ്ടതിന് ദൈവമേ കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഒരു ഉദാഹരണം
ശത്രുവിന്റെ പേടി സ്വപ്നമായിരുന്ന ഒരു വീരൻ, 20 വർഷം ഇസ്രായേലിന് ന്യായപാലനം ചെയ്തവൻ, അല്ലേ? ഇന്ന് അന്ധനായി, ബന്ധിക്കപ്പെട്ടവനായി, ശത്രുവിന്റെ കളിപ്പാവയായി തീർന്നു. കാരണം നാസിർ വ്രതത്തിന്റെ ശക്തിയെ ജഡീക വാഞ്ചകൾക്ക് വേണ്ടി വിറ്റുകളഞ്ഞു. ശാന്തമായി പരിശോധിക്കാൻ ഇടയാകട്ടെ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ, ദൈവമേ കരുണ ചെയ്യണേ, നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. ദൈവത്തിന് സ്തോത്രം. ജീവിത വിശുദ്ധിയും വേർപാടും നഷ്ടപ്പെടുത്തി ദൈവശക്തി ഇല്ലാത്തൊരു വലിയ കൂട്ടം ഇന്ന് ആത്മീയ ഗോളത്തിലുണ്ട്. നമ്മൾ ആ കൂട്ടത്തിലാകരുത്. എന്നാൽ ശിംശോൻ തൻ്റെ ഗതി മനസ്സിലാക്കി ദൈവത്തോട് നിലവിളിക്കുകയാണ്. എന്താ വിളിക്കുന്നതെന്നറിയാമോ? ദൈവമേ കരുണ ചെയ്യണമേ, റിമംബർ മീ ലോർഡ്, എന്നെ ഓർക്കണമേ. ദൈവശക്തിയിൽ നിലനിന്നപ്പോൾ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, വിടുതലിന് ശുശ്രൂഷയുണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ താൻ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വന്ന് നിലവിളിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പണ്ട് അനുഭവിച്ചതായിട്ടുള്ള കൃപകളും കൃപാവരങ്ങളും ഒക്കെ ഓർക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടല്ലോ. അതിലേക്കൊന്ന് മടങ്ങി വരാൻ ഒരിക്കൽ കൂടെ ആ ശക്തി തനിക്ക് തിരിച്ചു തരണമേ എന്ന് തിന്നുവൻ ശിംശോൻ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. തന്നെ അന്ധനാക്കി ബന്ധിച്ച ശത്രുവിനോട് പ്രതികാരം ചെയ്യാൻ കൂടിയാണ് ശിംശോൻ ദൈവത്തോട് നിലവിളിക്കുന്നത്. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു കേട്ടോ. നമ്മൾ വേദപുസ്തകം എടുത്ത് വായിക്കണേ, വീട്ടിൽ ഓടിച്ച് പറയുക. അപ്പൊ ശിംശോൻ അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച ഒരു ദാവീദിന്റെ ക്ഷേത്രത്തിൽ കൊണ്ടിട്ട് ഇവനെ കളിപ്പിക്കുക. ഇങ്ങോട്ട് ചാടറ അങ്ങോട്ട് ചാടറ എന്നും പറഞ്ഞ് കുരങ്ങനായിട്ട് കളിപ്പിക്കുന്ന പോലെ കളിക്കുന്ന ഇത് കണ്ടുകൊണ്ട് ഫെലിസ്ത്യരെല്ലാം ആർത്തു വിളിക്കുക. അവിടെയാണ് ശിംശോൻ പ്രാർത്ഥിച്ചത്, ദൈവമേ ഒരിക്കൽ കൂടെ ജസ്റ്റ് വൺസ് മോർ ലോർഡ് ഗ്രാന്റ് മീ ദ പവർ. ആ ശക്തി എന്നിലേക്ക് തരണമേ എന്ന് ശിംശോൻ നിലവിളിക്കുക. അവിടെ നിന്നുകൊണ്ട് അവിടോട് പറഞ്ഞ് എന്നെ അതിൻ്റെ ഭിത്തിയിലോട്ട്, അതിൻ്റെ തൂണയിലോട്ടൊന്ന് ചാരിയിരുത്താൻ പറഞ്ഞു. അവൻ ചാരിയിരുന്നു. ഒരു കൈ കൊണ്ട് അതേ പിടിച്ചു, മറ്റേ തൂണ് കൊണ്ട് വലത്ത് കൈയും പിടിച്ചു. എന്നിട്ട് ശിംശോൻ എന്ത് പ്രാർത്ഥിച്ചു? യഹോവേ ഞാൻ ഈ ശത്രുവിൻ്റെ കൂടെ നശിച്ചോട്ടെ, എന്നാലും എനിക്ക് ഇവനോട് പ്രതികാരം ചെയ്യണം, എനിക്ക് ആ ശക്തി ഒരിക്കൽ കൂടെ തരണം. എന്നിട്ട് പറഞ്ഞു കുനിഞ്ഞു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ അവിടെ ആയിരുന്ന ക്ഷേത്രം മുഴുവനും അവിടെ ഉണ്ടായിരുന്ന 3000-ലധികം ജനത്തോടു കൂടെ ഒന്നിച്ച് തകർന്നു വീണു എന്ന് ആ വേദഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഒന്നിച്ച് മതി. ശിംശോൻ ജീവനോടിരിക്കുമ്പോൾ കൊന്നതിനേക്കാൾ കൂടുതൽ പേരെ തൻ്റെ മരണസമയത്ത് കൊന്നുവെന്ന് പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കും. പ്രിയരെ, ജീവിത വിശുദ്ധിയിലേക്ക് മടങ്ങി വരാൻ, ദൈവം വെച്ച വേർപാടിൻ്റെ മണ്ഡലങ്ങളിലേക്ക് മടങ്ങി വരാൻ ഇടയാകട്ടെ. കരുണയുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ കടാക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ. എന്താ ഇതിന് വഴി? മടങ്ങി വരുവാൻ ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനമാണ് ശുദ്ധീകരിക്കുന്നത് കേട്ടോ. യോഹന്നാൻ 15:3 രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. പാപത്തിൻ്റെ വഴികളിൽ നിന്നും വിടുതൽ പ്രാപിക്കാൻ നമ്മെ ശുദ്ധീകരിക്കുന്ന ദൈവത്തിൻ്റെ വചനം. ആ വചനത്തിൻ്റെ ശക്തിയിലായിരിക്കാൻ ദൈവം ഇടയാക്കട്ടെ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ഈ മണിക്കൂറുകളിൽ കർത്താവെ കരുണ ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുക. കർത്താവ് പറഞ്ഞു, ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ. ഇത് കട്ടിയുള്ള വഴിയാണ് കേട്ടോ. ഈസി ആയിട്ടോ ക്രിസ്ത്യ ജീവിതം ഈസി അല്ല. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നറിയാമോ? മുന്തിരിയുടെ കായോ ഇലയോ മറ്റ് യാതൊന്നും ചേർന്നതൊന്നും ഭക്ഷിക്കരുത്. നടക്കും, മറ്റു പലർക്കും കഴിക്കാം, പക്ഷെ നിനക്ക് കഴിക്കാനൊക്കത്തില്ല. ഒരു ദൈവവൈദ്യന് പല സുഖങ്ങളും പല രസങ്ങളും വർജനം ചെയ്യേണ്ടതായിട്ട് വരും. ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ സൂപ്പർ നാച്ചുറൽ ലൈഫ് വിത്ത് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൽ നിയന്ത്രിക്കപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ ഉടമയായി ജീവിക്കുന്നെങ്കിൽ, ദൈവശക്തി അനുഭവിക്കണമെങ്കിൽ ഒരു വേർപാട് ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. പലതിനോടും യാത്ര പറയാൻ, പലതിനെയും വേണ്ടെന്ന് വയ്ക്കാൻ, പലതിനോടും വർജനം ആചരിച്ച് പല രസങ്ങളും വേണ്ട എന്ന് വെച്ച് ജീവിക്കാൻ തക്കവണ്ണം ഇടയാകണമേ. ദിവസവും പറയുന്നു, കണ്ണ് കയ്യ കാല് ഇതൊക്കെ വെട്ടിക്കള. ഇതൊക്കെ ഇടർച്ച വരുത്തുന്നുണ്ടോ? അതിനെ വെട്ടിക്കളഞ്ഞ് ദൈവകരങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട അന്തരീക്ഷത്തിൽ ദൈവം തന്ന കൃപാവരങ്ങളും ദൈവശക്തിയും നഷ്ടപ്പെടാതെ അനുഗ്രഹകരമായി ജീവിപ്പാൻ ദൈവമേ ഒരു കാലത്ത് ജീവിച്ചവരൊക്കെ ഒന്ന് ചിന്തിക്കാനിടയാകട്ടെ. ഈ മണിക്കൂറുകളിൽ ദൈവസന്നിധി വിനയപ്പെടുമോ? കർത്താവെ കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട്? പഴയകാലം ഇന്ന് അനുഭവിക്കുന്ന അന്തരീക്ഷം ഒരു മടങ്ങി വരവിന് വേണ്ടി, ഒരു വിശുദ്ധിയുടെ മണ്ഡലങ്ങളിലേക്ക് മടങ്ങി വരാൻ ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട്? ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവവചനപ്രകാരം ജീവിതം ക്രമപ്പെടുത്തിക്കൊണ്ട് ഹല്ലേലൂയ പല രസങ്ങളോടും യാത്ര പറഞ്ഞ് ദൈവത്തിൻ്റെ വചനത്തെ രസിച്ചുകൊണ്ട് മുന്നേറാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ നിന്റെ ജീവിതം മുന്നോട്ട് അനുഗ്രഹമായി തീരും. ഇനി ഒരു വഴിയില്ല എന്ന് വിചാരിക്കേണ്ട. ദൈവം പുതിയ അനുഭവങ്ങളെ തന്ന് നടത്താൻ കഴിയുന്നവനാ.
റിമെമ്പർ മീ യോ ലോർഡ്, എന്നെ ഓർക്കണമേ. ശിംശോൻ പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ മേൽ ശക്തി പകർന്ന് അത്ഭുതം ചെയ്ത ദൈവത്തിൻ്റെ നീതിയുള്ള വചനത്തിൻ്റെ വെളിപ്പാടിൽ ഈ മണിക്കൂറുകളിൽ വിനയപ്പെടാൻ പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട്? കണ്ണുകളടയ്ക്കാൻ, തലകളെ ഉണക്കാം. കർത്താവേ എന്നോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാൻ. കഴിഞ്ഞകാല ജീവിതാനുഭവങ്ങളിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തവരാ. പക്ഷേ ഇവിടെ എങ്ങനെയുണ്ടെന്നൊന്ന് പരിശോധിച്ച് വിനയപ്പെടുമോ? നിത്യനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അവിടുത്തെ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഈ മണിക്കൂറുകളിൽ നീ ഞങ്ങൾക്ക് തന്നെ നല്ല ആലോചനകൾക്കായി സ്തോത്രം. നിന്റെ പ്രമാണങ്ങൾ സൂക്ഷിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ദൈവശക്തി. ആ പ്രമാണങ്ങൾ സൂക്ഷിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ കേവലം സാധാരണക്കാരായിത്തീരും, ശേഷം മനുഷ്യരെ പോലായിത്തീരും. അതുണ്ടാകല്ലേ ദൈവം തന്നെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തി കളയാൻ, കർത്താവെ ജഡീക വാഞ്ചകൾക്ക് വേണ്ടി നശിപ്പിച്ചു കളയാൻ, താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി ഇല്ലാതാക്കി കളയാൻ ആർക്കും ഇടയാകരുത് എന്ന് ഒരു കാലത്ത് കർത്താവെ ഫെലിസ്ത്യന്റെ പേടി സ്വപ്നമായിരുന്നവൻ കർത്താവെ അവൻ്റെ കളിപ്പാവയായി മാറിയതിനെക്കുറിച്ച് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ഇങ്ങനെ ആർക്കും സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിൽ വീഴ്ച വന്നവർ വിനയപ്പെടാൻ ഈ മണിക്കൂറുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വിനയപ്പെട്ട വിശുദ്ധിയിലേക്കും വേർപാടിലേക്കും മടങ്ങി വന്ന് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച ഉന്നതമായ ദൈവശക്തിയുടെ അന്തരീക്ഷങ്ങളിൽ അനുഗ്രഹകരമായ ജീവിതത്തിൽ അനുഗ്രഹീതമായ ദൈവശുശ്രൂഷയുടെ മണ്ഡലങ്ങളിൽ പ്രയോജനപ്പെടാൻ ആ മേഖലയിലുള്ളവർക്കും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടെ ഇരിക്കണം. ജീവിതാവശ്യങ്ങളിൽ ഭാരപ്പെടുന്നവരോട് കരുണ കാണിക്കണം. നന്മകളാൽ നിറയ്ക്കണം. സ്വർഗം മഹത്വമെടുക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ വചനങ്ങൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവയിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.